ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വലിയ നോമ്പിൻ്റെ അവസാന ദിവസത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണല്ലോ. നോമ്പിലൂടെ ഈ ദിനങ്ങൾ പിന്നിടുമ്പോൾ നാം എന്തിനു വേണ്ടിയാണ് നോമ്പ് നോക്കിയത്, ഈ നോമ്പ് കൊണ്ട് എന്ത് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന ചോദ്യം നമ്മോട് തന്നെ ചോദിക്കണം. യേശു കർത്താവിൻ്റെ പീഡാനുഭവങ്ങൾ ഓർക്കുകയും ധ്യാനിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നതിനപ്പുറം ഈ ആചരണത്തിന് നമ്മുടെ തുടർ ജീവിതത്തിൽ എന്ത് പ്രാധാന്യതയാണ് ഉള്ളത് എന്ന് നാം ചിന്തിക്കണം. അതിനായി സഹായിക്കുന്നൊരു മനോഹര വേദഭാഗമാണ് നിങ്ങളുമായി അല്പനേരത്തെ ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള ദൈവവചനങ്ങൾ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള ദൈവവചനങ്ങൾ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായി അവൻ്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷം നിവൃത്തിയാകേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടക്കുന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു എന്നുള്ളത് തന്നെ. അങ്ങനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഒരു വിശ്വാസി ക്രിസ്തുവിന് വേണ്ടി എങ്ങനെ ജീവിക്കണം എന്ന് പൗലോസ് തൻ്റെ അനുഭവങ്ങളിലൂടെ പകർന്നു നൽകുന്നു. ഈ ഭാഗത്തു നിന്ന് 3 ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, യേശുക്രിസ്തു അനുഭവിച്ച കഷ്ടങ്ങളുടെ കാലോചിതമായ ആവിഷ്കരണമാകണം നമ്മുടെ ജീവിതം. യേശുക്രിസ്തു അനുഭവിച്ച കഷ്ടങ്ങളുടെ കാലോചിതമായ ആവിഷ്കരണമാകണം നമ്മളുടെ ജീവിതം. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ കാൽവറിയിലെ ക്രൂശാരോഹണത്തിൽ അവസാനിക്കുന്നതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലൂടെ തുടരേണ്ടുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. 24-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായി അവൻ്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. അത് അന്ന് ക്രിസ്തു കഷ്ടത പൂർണ്ണമായി അനുഭവിച്ചില്ല എന്നല്ല, നമ്മുടെ ജീവിതത്തിലും കാലോചിതമായ ആവിഷ്കരണം ഉണ്ടാകുന്നു എന്നതാണ്. ഏത് കഷ്ടത സഹിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിലും ഒരു ക്രിസ്തു ഉണ്ട്, അത് ഉറപ്പായിട്ടും. രണ്ടാമതായി, ദൈവവചന പ്രകാരമുള്ള വചനഘോഷണം പൂർണ്ണമാക്കുന്നത് നമ്മുടെ ജീവിതത്തിലൂടെയാണ്. 25-ാം വാക്യം ശ്രദ്ധിച്ചാൽ പൗലോസ് ഇപ്രകാരം പറയുന്നു, ഞാൻ സഭയുടെ ശുശ്രൂഷകനെന്ന്. വചനഘോഷണം പരമാവധി ആളുകളിൽ പരമാവധി വേഗത്തിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിക്കുവാൻ നാം ഏറ്റെടുക്കുന്ന കഷ്ടതകളാണ്. ഇത് താൻ രുചിച്ചറിഞ്ഞ ദൈവസ്നേഹവും കരുതലും മറ്റുള്ളവർക്ക് ലഭിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ്റെ അടങ്ങാത്ത ആഗ്രഹമാണ് ഇതിൽ നാം കാണുന്നത്. നമ്മുടെ ഒഴിച്ചുകൂടാനാവാത്ത ഉത്തരവാദിത്തം കൂടിയാണ് ഇത് എന്ന ചിന്ത നമ്മെ ഭരിക്കേണ്ടതും ആവശ്യമാണ്. നിർബന്ധം എൻ്റെ മേൽ ഉണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അത് പ്രസംഗം നടത്തുക മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മുടെ പ്രവർത്തനവും വചനഘോഷമാക്കി മാറ്റണം എന്നുള്ളതൂടെയാണ്. മൂന്നാമതായി, പൂർണ്ണ മനുഷ്യത്വത്തിലേക്ക് അപരനെ നയിക്കുന്നതാവണം നമ്മുടെ ജീവിതം. 28-ാം വാക്യം ശ്രദ്ധിച്ചാൽ അവിടെ പറയുന്നു, ഏത് മനുഷ്യനെയും തികഞ്ഞവനായി നിർത്തേണ്ടതിന് ആണ് സുവിശേഷീകരണത്തിൻ്റെ പ്രാധാന്യ ലക്ഷ്യമെന്ന്. മറ്റുള്ളവരുടെ വ്യക്തിത്വവും ആളത്വവും അംഗീകരിച്ച് അവരെ ആത്മാഭിമാനം ഉള്ളവരായി നിർത്തുവാൻ സഹായിക്കേണ്ടതാണ് നമ്മുടെ ജീവിതം. എല്ലാവരും ദൈവം മുൻപാകെ സമർപ്പിതരാകുക എന്നുള്ളതാണ് സുവിശേഷം കൊണ്ട് സാധ്യമാകേണ്ടത്. നോമ്പുകാലം ഒരു തിരിച്ചറിയേണ്ട കാലം കൂടെയാണ്. യേശു കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടങ്ങൾ നാം എപ്പോഴും ഓർക്കുകയും ദൈവസന്നിധിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം സമർപ്പിക്കേണ്ടതും ആവശ്യമാണ്. നമ്മുടെ ജീവിതങ്ങൾ എല്ലാം ഒരു സുവിശേഷീകരണത്തിൻ്റെ ആയിത്തീരണം. നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ ഇടയാകണം. നമ്മിലൂടെ മനുഷ്യത്വം എന്ത് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണം. ജീവിക്കുന്ന സുവിശേഷങ്ങൾ ആയി മാറുവാൻ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതം ക്രിസ്തു അനുഭവിച്ച കഷ്ടതയുടെ കാലോചിതമായ ആവിഷ്കരണമായി തീരട്ടെ. നമുക്ക് അല്പനേരം തലയെ വണക്കി പ്രാർത്ഥിക്കാം. സ്നേഹമായ സ്വർഗ്ഗപിതാവേ, എത്രയോ പേർ ലോകത്ത് മാറ്റപ്പെട്ടപ്പോൾ ഏഴയും പുഴുക്കളുമായി ഞങ്ങൾക്ക് എൻ്റെ കർത്താവേ ഈ സമയം കൂടെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ യോഗ്യതയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നോമ്പിൻ്റെ അവസാന സമയങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണല്ലോ. എൻ്റെ കർത്താവേ, ഈ നോമ്പ് കൊണ്ട് എന്ത് മാറ്റമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നത് എന്ന് സ്വയം ശോധന ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. എൻ്റെ കർത്താവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും നീ അങ്ങ് അനുഗ്രഹിക്കണമേ. അവർക്ക് 30, 60, 100 പേരുടെ ഫലം എൻ്റെ കർത്താവ് നൽകണമേ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ കരങ്ങളെ അങ്ങ് വാഴ്ത്തണമേ. ഇത് വെറും ആചരണമായി തീരാതെ ക്രിസ്തു ഞങ്ങളുടെ എല്ലാം ഉള്ളിൽ ആയിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കൃപയ്ക്കായി സ്തോത്രം. സ്വദേശനാഥ് തന്നെ. ആമേൻ.